ഒരു സത്യം പറഞ്ഞു തരട്ടെ, ഞാൻ BDS എടുത്ത ഒരാളാണ്. ഇന്നും ഇടയ്ക്കെങ്കിലും ഞാൻ 2009 പഠിക്കാൻ പോയ ഒരാളാണ്. ഇങ്ങോട്ടേക്ക് ചിന്തിക്കുമ്പോൾ 16 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ പോലും ഇല്ലേ മനസ്സിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഒന്നും കൂടെ തിരിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, ഒരു വർഷവും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകാൻ എൻ്റെ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ BDS വിട്ടിട്ട് ഞാൻ MBBSലേക്ക് പോയേനെ. ഇന്ന് പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ റിഗ്രഷൻ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും തോന്നാറുണ്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ പേരിനൊപ്പം MBBS ആയിരുന്നെങ്കിൽ എന്തോരം സുഖം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നാളെ ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. പല കുട്ടികളും, ചില ആൾക്കാർ അതിൽ നിന്നൊക്കെ മാറി ലൈഫിൽ അടിപൊളി സെറ്റായിട്ട് പോകുന്നവരുമുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എൻ്റെ ലൈഫിൽ ഞാൻ ഈ കോഴ്സ് എടുക്കാൻ റെഡിയാണ്, അതുവഴി ഞാൻ ഇങ്ങനെ സെറ്റാവും, ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇനി ഒരു വർഷം ഞാൻ മറ്റു കോഴ്സിന് പോയിട്ട് അതിൻ്റെ കൂടെ പഠിക്കട്ടെ, അങ്ങനെയൊക്കെ ചിന്തിക്കും. അത് വെറുതെയാണ്. ഞാൻ പറയാം, ചിലപ്പോഴൊരു 1000-ൽ 1-2 പേർക്ക് കിട്ടുന്നുണ്ടാവും. അത് എക്സെപ്ഷണൽ കേസാണ്. ആ ആളുകളെ കണ്ടിട്ട് ഈ വർഷം അങ്ങനെ കിട്ടിയേക്കുന്ന കുട്ടികളുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടും അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. അത് കണ്ടിട്ട് അങ്ങനെ ഡിസിഷൻ എടുക്കരുത്. അത് എക്സെപ്ഷണൽ കേസിൻ്റെ കൂടെ അല്ല, അതിൻ്റെ കൂടെ 998 പേര് കിട്ടാതെ പോയവരുണ്ട്. അപ്പം അതുകൊണ്ട് അതല്ല ആലോചിക്കേണ്ടത്. മറ്റു കോഴ്സ് എടുത്തുകൊണ്ട് പഠിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ തീർത്ത് പറയും അതല്ല നല്ലൊരു കാര്യം. മോൾക്ക് എന്തായാലും ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടിരിക്കുകയാണെങ്കിൽ മോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ പോരണം, മോൾ പഠിക്കണം.